ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ചില പേഴ്സണാലിറ്റിയെ കുറിച്ചാണ്. അതായത് ഇൻട്രോവേർട്ട് ക്യാരക്ടർ എന്ന് പറയും. അതായത് ഉൾവലിഞ്ഞ ക്യാരക്ടർ, അന്തർമുഖി എന്നാണ് ഇതിൽ പറയുന്നത്. അവർക്ക് ഒറ്റയ്ക്കിരിക്കുവാനും പുറത്ത് വരാതെ ഇരിക്കുവാനും അവർ പല കാര്യങ്ങളും അവർ തന്നെ ചിന്തിച്ച് ഉള്ളിലിരിക്കുവാനും ഒരു സോഷ്യൽ സെറ്റപ്പിൽ വരാതിരിക്കുവാനും അവർ തന്നെ ഒരു ലൈഫ് പാറ്റേൺ സെറ്റ് ചെയ്ത് മറ്റുള്ളവരുമായി മിങ്കിൾ ആകാത്ത ഒരു ക്യാരക്ടറാണ് ഇൻട്രോവേർട്ട് ക്യാരക്ടർ. വേറെ ഒന്ന് എക്സ്ട്രോവേർട്ട് ക്യാരക്ടർ. അവർക്ക് പുറത്തു വരുവാനും വോളണ്ടേറിയൻ ആയിട്ട്, അതായത് സ്വന്തമായി വന്ന് മറ്റുള്ളവരോട് സംസാരിക്കുവാനും സോഷ്യലി മറ്റുള്ളവരോട് സംസാരിച്ച് തൻ്റെ കഴിവുകളെല്ലാം പുറത്തു കൊണ്ടുവരുവാനും എല്ലാം സാധിക്കുന്നതാണ്. വേറൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഓർട്ടോവേർട്ട് ക്യാരക്ടർ. ഈ ഓർട്ടോവേർട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് അവർക്ക് മറ്റുള്ളവരുടെ സർട്ടിഫിക്കേഷനോ റെക്കഗ്നൈസേഷനോ ഒന്നും വേണ്ട. എന്നാൽ അവർ അവരുടേതായ ഒരു ലോകത്ത് കാര്യങ്ങൾ മെനയുകയും എന്നാൽ പുറത്ത് ചിലപ്പോഴൊക്കെ അവർ സോഷ്യലി മിങ്കിൾ ആകുന്ന രീതിയിൽ കാണിക്കുകയും ഒക്കെ അവിടെ നടക്കുന്നതാണ്. അവരുടേതായ ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, യൂണിക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇവർ എക്സ്ട്രോവേർട്ട് ആണോ അതോ ഇൻട്രോവേർട്ട് ആണോ എന്നുള്ളത്. അവർക്ക് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, എന്നാൽ അവർ ഉൾവലിഞ്ഞതുപോലെ കാണിക്കും. പക്ഷെ ചില സിറ്റുവേഷനിൽ മറ്റുള്ളവർക്ക് വേണ്ടി നാടകീയമായി ഒരു എക്സ്ട്രോവേർട്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് നാടകീയമായി അവർക്ക് മിങ്കിൾ ആകാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 3 ക്യാരക്ടറാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ സ്വയം നമ്മൾ മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ്, ഒരു സെൽഫ് അനാലിസിസ് എന്ന വഴി കണ്ടെത്തി നമുക്ക് എന്തെങ്കിലും വേണം, നമുക്ക് ഇത് പോരാ, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു പ്രൊഫഷണൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു സെൽഫ് അനാലിസിസ് ആദ്യം എടുക്കുക. അല്ലെങ്കിൽ ചില മെസ്സേജുകൾ നമ്മൾ കളക്ട് ചെയ്യുക മറ്റുള്ളവരിൽ നിന്നും. അങ്ങനെ ചെറിയ ചെറിയ മോഡുലേഷൻസ് വരുത്തി നമുക്കതിനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ മൂന്നാമത് പറഞ്ഞ ഓർട്ടോവേർട്ട് ക്യാരക്ടർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സാരമില്ല, ഐഡന്റിഫൈ ചെയ്താൽ അതിലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താനേ സാധിക്കുള്ളൂ. ഇത് നമ്മളെല്ലാവരുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നതാണ്. താങ്ക് യു വെരി മച്ച്.